താരസംഘടന അമ്മയിലെ തർക്കത്തിൽ അൻസിബയുടെ പരാതി കേൾക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്ന് പ്രസിഡന്റ് ശ്വേതാ മേനോൻ. പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടുത്തി 5 പേർ ഉൾപ്പെട്ട സമിതി രൂപീകരിച്ചു. വിവാദം പരസ്യ ചർച്ചയാക്കിയതിന് 5 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചുവെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. പരാതി ഉന്നയിക്കാൻ പ്രത്യേക സമിതി വേണമെന്ന് അൻസിബ ആവശ്യപ്പെട്ടിരുന്നു. അൻസിബയും ടിനി ടോമും നീന കുറുപ്പും പിന്നെ ലക്ഷ്മി പ്രിയവും ഇവർ 4 പേരുടെയാണ്. അപ്പോൾ അവരുടെ മെയില് കണ്ട് അത് സംബോധിച്ച് നമ്മളുടെ ഒരു പാനൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ആരാണ് എന്താണെന്ന് അത് നമ്മൾ മെയിൽ വഴി അവർ പറഞ്ഞു കൊടുക്കും. നമ്മുടെ സംഘടനാപരമായ ആൾക്കാർ പരാമർശിച്ച് നമ്മളോട് ഒന്നും ചോദിക്കാതെ നമ്മുടെ മീഡിയ മുമ്പാകെ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് സ്ട്രിക്റ്റായിട്ട് നമ്മുടെ EC മെമ്പേഴ്സ് ഉൾപ്പെടെ കുറച്ച് ആൾക്കാർക്ക് നമ്മൾ വിവരങ്ങളുമായി സജോ ദേവസ്യ ചേരുകയാണ്. സജോ, അതായത് അൻസിബയ്ക്കെതിരെ അടക്കം മാധ്യമങ്ങളെ കണ്ടതിന് നടപടിയുണ്ടാകും. താരസംഘടനയായ അമ്മയിലെ പോര് അങ്ങനെ തന്നെ തുടരുകയാണ്. അതിനിടെയും പ്രശ്നപരിഹാരത്തിന് സമവായത്തിനുള്ള സാധ്യതകളൊക്കെ തേടുന്നുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി തുടർച്ചയായി ചേരുന്നു. ഇതിനിടെയും അൻസിബയുടെ പരാതിയുണ്ട്. അങ്ങനെ വിവിധങ്ങളായ താരങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അൻസിബയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഒരു സ്വതന്ത്ര സമിതി തന്റെ പരാതി കേൾക്കണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. അതിനിടെ അവർ പോലീസിനെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഏതായാലും ആ പോലീസിൽ കാര്യങ്ങൾ എത്തിയതിനു ശേഷം ഒരു തീരുമാനം ഇപ്പോൾ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്തിരിക്കുന്നത് ഒരു സ്വതന്ത്ര സമിതി വെക്കാൻ തീരുമാനിച്ചു. 3 താരങ്ങളെ ഉൾപ്പെടുത്തി ഒരു സമിതി ഉണ്ടാക്കും. പക്ഷേ അതിലൊരു പ്രശ്നം, അപ്പോഴും പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആ കമ്മിറ്റിയുടെ ഭാഗമാകും. അങ്ങനെ 5 പേർ എന്നതാണ്. അതല്ലാത്ത മറ്റ് സ്വതന്ത്രരായി നിലവിലെ ഭാരവാഹിത്വത്തിൽ ഇല്ലാത്ത ആളുകൾ വേണം എന്നതായിരുന്നു അൻസിബയുടെ ആവശ്യം. ഏതായാലും ഈ വിവാദത്തിൽ താരങ്ങളെ കേൾക്കാനുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ ഈ പരസ്യ വിവാദം ഉണ്ടാക്കിയ അല്ലെങ്കിൽ മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ച് പരസ്യമായി വിഷയം ചർച്ച ചെയ്ത 5 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൂടി നൽകിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി അവരുടെ ശബ്ദം അവർ പുറത്തേക്ക് നൽകിയത് താൻ തന്നെ. താരസംഘടനയിലെ തർക്കം ഇപ്പോഴും തുടരുകയാണ്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.